അങ്ങനെ നമ്മുടെ ചുട്ടയിറച്ചി തയ്യാറാക്കാനുള്ള തീ കത്തിക്കുന്നതാണ് ഈ കാണുന്നത്. അങ്ങനെ നമ്മൾ നിരയായിട്ട് തീ കൊടുത്തു കേട്ടോ. ഇവിടുത്തെ അടുപ്പിനാണെങ്കിൽ ഒരു പ്രത്യേകതയുള്ള ഒരു അടുപ്പമാണ്. അപ്പോൾ ഇങ്ങനെ നിരക്കി വെച്ചിട്ട് നല്ല പോലെ തീ അങ്ങോട്ട് കത്തിച്ച് കുറച്ച് കനലൊക്കെ ആക്കിയിട്ട് നമ്മൾ അഴയിലേക്ക് തൂണി തൂക്കുന്ന രീതിയിൽ ഇതെല്ലാം അങ്ങോട്ട് പെറുക്കി അങ്ങോട്ട് ഇട്ടു കേട്ടോ. ഇട്ടപ്പോൾ തന്നെ എണ്ണയാണ് ഇട്ടത്. നമുക്ക് 3 പേർക്ക് ഓരോരുത്തരുടെ അളവുകളൊക്കെ കൃത്യമായിട്ട് കണക്കാക്കി വെച്ചു കേട്ടോ. ഓരോരുത്തർക്ക് എത്ര പീസ് വെച്ച് വരുന്നുണ്ടെന്നുള്ളത് അങ്ങനെ ഉള്ളതെല്ലാം വാരി തുണി ഉണങ്ങാൻ ഇട്ട രീതിക്ക് ഇട്ടിട്ട് നല്ല പോലെ തീയൊക്കെ അങ്ങോട്ട് കത്തിച്ച് കൊടുത്തു കേട്ടോ. പുകയെന്ന് കണ്ടിട്ട് അടുത്ത വീട്ടിലുള്ളവരെല്ലാം ഓടിക്കൂടി കേട്ടോ. പെരക്ക് തീ പിടിച്ചതാണോ എന്ന് അറിയാൻ മേലായിട്ട് അതുപോലെ പുകച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ രാത്രിയും പകലും ഇല്ലാതെ ഇങ്ങനെ പുകഞ്ഞ് 2 ദിവസം അത് അവിടെ കിടന്നപ്പോഴത്തേക്ക് നല്ലൊരു വാട്ടത്തിലേക്ക് എത്തിയേ. അത് ഉണങ്ങി വരുമ്പോഴത്തേക്കും ചുങ്ങി വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഓരോരുത്തരുടെ കഷ്ണത്തിനും എല്ലാം വലിപ്പം കുറയുന്നൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇതായി വരുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരെണ്ണം അടിച്ചു മാറ്റിയിട്ട് വറുത്ത് തിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഇവർ അറിഞ്ഞിട്ടുമില്ല കേട്ടോ. ഇപ്പോഴാണ് ഇവർ അറിയുന്നത്. അങ്ങനെ എല്ലാം സെറ്റപ്പാക്കി നല്ല രീതിയിൽ ആക്കി പെറുക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഞങ്ങൾ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് സപ്പോർട്ടും ചെയ്യണേ. അതേപോലെ തന്നെ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ. അപ്പോൾ ഇതാട്ടോ നമ്മുടെ ചുട്ടയിറച്ചീൻ്റെ വിശേഷവും കഥകളൊക്കെ.